ഇനി നമ്മുടെ യുവതലമുറയ്ക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്യാമ്പസ് മാസ് തൊടുപുഴ, ഇടുക്കി തൊടുപുഴ ന്യൂമാൻസ് കോളേജിലാണ്. കേരളത്തിലാകെ നിയമസഭാ ചൂട് കടുക്കുകയാണ്. തിരക്കിട്ട പ്രചാരണങ്ങളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ മത്സരരംഗത്ത് സജീവമാണ്. ഇന്ന് ക്യാമ്പസ് മാസ് എത്തിയിരിക്കുന്നത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അവരുടെ സർക്കാരിൻ്റെ വിലയിരുത്തലുകളും പറയാനുണ്ട്. അത് കേട്ടുവരാം. തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണ്. 10 വർഷം LDF സർക്കാർ ഭരിക്കുക. വീണ്ടും LDF സർക്കാർ വരണോ അതോ ഭരണമാറ്റം വേണോ? LDF സർക്കാർ വരണം തന്നെ നമ്മുടെ ആവശ്യം. ഇപ്പോൾ UDF സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അവന്മാരുമായി അവരുടെ കൂടുതൽ തന്നെയുണ്ട്. മുസ്ലിം ലീഗായി ഇവരെന്നാ കാണിക്കണം. ഇവിടെ UDFന്റെ മണ്ഡലം ഉണ്ടോ എന്ന് തന്നെ സംശയം. മറ്റേ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ സംശയം. ആരും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിലെ UDFന്റെ മണ്ഡലമാണ് ഭരിക്കണത് മൊത്തം. ഈ കരിക്കോട് ഹോസ്പിറ്റലിൽ തന്നെ എടുത്താൽ അറിയാം, അവിടെ കയറി ചെല്ലാൻ തോന്നില്ല ആർക്കും. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ സംബന്ധിച്ചാണെങ്കിൽ മെഡിക്കൽ കോളേജിലും അത്യാവശ്യ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം ഭരിച്ചിട്ട് വലിയ ചേഞ്ചസ് അങ്ങ് വന്നിട്ടില്ല. ഞാൻ പറയും, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. കോൺഗ്രസ്സുകാരെ ഭരണമായിരുന്നു. ആ സമയത്ത് നമുക്ക് നല്ലൊരു ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല പഠിത്തത്തിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സർക്കാർ വെച്ചാണെങ്കിൽ ഹൈടെക് സ്കൂളുകൾ, റോഡുകൾ വികസനം, ടൂറിസ്റ്റ് മേഖല വികസിപ്പിച്ചു. അങ്ങനെ എത്ര മേഖലയിൽ വികസനം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ അത്ര മേഖലകളിൽ ഇവർ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ച വേണ്ട, പുതിയ ഭരണം വരണം. വളർച്ച വന്നാൽ മതി നമ്മുടെ കേരളത്തിൽ. അപ്പോൾ എന്ന് വെച്ചാൽ പുതിയ പുതിയ റോഡുകൾ, പിന്നെ അഴിമതി മാക്സിമം ഒഴിവാക്കുക. ഇപ്പം ഞങ്ങളുടെ അവിടെ റോഡുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഹൈവേ പോയിട്ട് അത് സൈഡ് റോഡ് വരെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യണേ. ഇപ്പം നിലവിലെ പാർട്ടി ആണെങ്കിലും കുഴപ്പമില്ല, അവിടുത്തെ ആളുകൾ, ഉള്ളിലെ ആളുകൾ മാറിയാലും മതി. ഇവർ തന്നെയല്ലേ കുറെ നാളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർ കയറുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവരും കൂടെ വന്ന് നോക്കട്ടെ. ചിലർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് താല്പര്യമുണ്ട്, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ കൂടുതലും വിദ്യാഭ്യാസ വകുപ്പാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസ വകുപ്പ് അത്ര മെച്ചകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേഞ്ച് വരാലോ, വേറെ ആൾക്കാർക്ക് കൊടുത്തു നോക്കാലോ, എന്നാ നമുക്കറിയാലോ. ഭരണമാറ്റം വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഓരോരുത്തർ കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ആരോഗ്യ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലീസൊന്നും അധികം ഫെസിലിറ്റീസ് ഒന്നും ഞാൻ കണ്ടുവരുന്നില്ല. ഇല്ല, PSC കുറെ കുട്ടികൾ സമരം ചെയ്തു, അത് മൈൻഡ് ചെയ്യാതെ നടന്ന സർക്കാരൊക്കെയാണ്. ഒരിക്കലും തുടരേണ്ട കാര്യമില്ല, ഇത് മാറ്റം വരണം. അവർ ഇനിയും വന്നാൽ നമ്മുടെ കേരളം മുമ്പോട്ട് ഇല്ലാതാവുകയുള്ളൂ. വലിയ വിഷയമാണ്. നമുക്ക് ഭരണം ഒന്ന് മാറണം. ഗതാഗത വകുപ്പാണെങ്കിലും റോഡ് സേഫ്റ്റി ഒന്നും അത്ര സേഫ്റ്റി അല്ല. എന്തായാലും എന്തെന്ത് ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തോരം ആക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടെ റോഡ് സേഫ്റ്റിയും കാര്യങ്ങളും വേണം. പിന്നെ ഇപ്പം ലൈസൻസ് ഒക്കെ ചുമ്മാ ആൾക്കാർ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഇവർക്ക് എന്ത് ഉറപ്പിൽ ലൈസൻസ് എടുത്ത് ഓടിക്കുന്നതാണ്. അതൊക്കെ ഇപ്പോൾ UDF സർക്കാർ വരുവാണെങ്കിൽ അവർ 5 കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രാബല്യത്തിൽ വന്നാൽ നല്ലതാണ്. നമ്മുടെ കേരളത്തിന് പുറത്ത് ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലും ഇത് വരേണ്ടത് തന്നെയാണ്. വികസനം ഈ കേരളത്തിൽ ഭരിച്ച ഏത് സർക്കാർ എടുത്ത് നോക്കിയാലും ഈ 10 കൊല്ലം ഏറ്റവും കൂടുതൽ വികസനം വന്ന കേരളത്തിൽ. 5 ലക്ഷം വീടാണെങ്കിലും ലൈഫ് മിഷൻ പദ്ധതി ആണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും, പെൻഷൻ ആണെങ്കിലും 18 മാസം പെൻഷൻ മുടങ്ങിയ ചരിത്രമുള്ള കേരളത്തിൽ 1 വർഷം മാസം പോലും പെൻഷൻ മുടങ്ങാതെ കൊടുത്ത ഏക സർക്കാർ പിണറായി സർക്കാരാണ്. അത് പെൻഷൻ കൂട്ടുകയും ചെയ്തു, അത് കൃത്യമായി കൊടുക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കുന്നതിന് കടം മേടിച്ചാലും പൈസ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതാണ് വലിയൊരു കാര്യമാണ്. പിന്നെ റോഡുകൾ, പദ്ധതി, ഈ വികസനം നോക്കുകയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ അത്രയും ഇതുവരെ കേരളത്തിലെ സർക്കാരിൻ്റെ അത്രയും വികസനം ഞങ്ങൾ കണ്ടിട്ടില്ല. 3ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മാറ്റം വേണം, മറ്റൊരു സർക്കാരിന് അവസരം കൊടുക്കണമെന്ന അഭിപ്രായവും ശക്തമാണ്. തൊടുപുഴയിൽ നിന്ന് ക്യാമറമാൻ സനൽ എലമ്പച്ചിക്കൊപ്പം ജോയ് മോൻ ജോസ്, ന്യൂസ് മലയാളം.